എടപ്പള്ളി പുക്കാട്ടുപടി റോഡിൽ കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ശുദ്ധമായ കിണർ വെള്ളം സൗകര്യമുള്ള ഒരു വീടിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കങ്ങരപ്പടി ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്ററും, കൂടാതെ എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 7.5 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേ സമയം 2 വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന റോഡ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. 5 മീറ്റർ വീതിയിലാണ് റോഡുകൾ കൊടുത്തിരിക്കുന്നത്. റോഡിൻ്റെ കട്ട വിരിക്കുന്ന പണികളൊക്കെ ബാലൻസ് നിൽക്കുന്നുണ്ട്. എല്ലാ വർക്കും പൂർത്തീകരിച്ച് ബിൽഡർ നൽകുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ദർശനമായിട്ടാണ് വീടിൻ്റെ എലവേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആർക്കിടെക്ചർ കളർ പാറ്റേൺ വരുന്നുണ്ട്. പ്ലാന്റ് ബോക്സുകളുടെ വർക്കുകൾ വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ CNC വർക്കുകളും ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു എലവേഷൻ നമുക്ക് വീടിന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കോമ്പൗണ്ട് വാളിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെയായിട്ട് സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി ഗേറ്റിൻ്റെ പില്ലറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 2 പില്ലറിലായിട്ട് നല്ല ഭംഗിയുള്ള ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടിയോളം വരുന്ന ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. CNC കട്ടിങ്ങിലും HPL ഷീറ്റ് കൊടുത്ത് GI ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുള്ളൊരു ഗേറ്റ് തന്നെയാണ് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള കോബ്ലർ സ്റ്റോൺ പാകിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് കിട്ടുന്നത്. കോമ്പൗണ്ടിൽ വരുന്ന കവേർഡ് പാർക്കിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ടൈലിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഭിത്തിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോ സൗകര്യങ്ങൾ പോർച്ചിലായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ഇവിടെയായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ കാറുകളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടും പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ട് ഈ സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടാപ്പ് പോയിന്റുകൾ വരുന്നുണ്ട്. ഇനി പോർച്ചിൻ്റെ താഴെയായിട്ട് നമുക്കൊരു വാട്ടർ കണക്ഷൻ്റെ സമ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ അഡീഷണൽ കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകളുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടും ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളത്തിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ പാവിങ് ടൈലൊക്കെ വിരിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ബാക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ കോമ്പൗണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് G7 മാറ്റ് ഗ്രേ ഫുൾ ബോഡി ടൈലാണ് വരുന്നത്. സീലിംഗിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്നുണ്ട്. LED സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റിൻ്റെ പ്രൊവിഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏകദേശം 1.10 വീതിയിൽ വരുന്ന 2 പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ഫ്ലോറിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് 6x4 ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബീജ് കളറിൽ വരുന്ന ടൈലാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 പാളി വിൻഡോ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് UPVC പാനലിൽ വരുന്ന ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വരുന്ന ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്ക് വരുന്നുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഭിത്തിയിലൊക്കെ നല്ലൊരു വർക്ക് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. എൻ്റെ മുകളിൽ നിന്നൊരു ഷാൻലിയറിൻ്റെ വർക്കും ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ലിവിങ് റൂമിലെ TV യൂണിറ്റ് വരുന്നത് ഈ ഭിത്തിയിലായിട്ടാണ്. അത്യാവശ്യം വലിയൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് TV യൂണിറ്റിൽ കിട്ടുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റുകളുടെ വർക്കുകൾ വരുന്നുണ്ട്. നിഷ് പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. BLDC ഫാൻ 2 കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന UPVC പാനലിൽ വരുന്ന ടഫ് ആൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസുകളുടെ പ്രൊവിഷൻ വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പാഷ്യോടെ സൗകര്യങ്ങൾ മൊറോക്കോ ടൈലൊക്കെ ഫ്ലോറിൽ വിരിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ട് നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്.
ജാഗ്വറിൻ്റെ തന്നെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ പില്ലർ കോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ടൊരു ലൈറ്റിംഗ് മിറർ വരുന്നുണ്ട്. ടൈലിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. പാർട്ടീഷൻ വർക്കുകളിലൊക്കെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ വർക്ക്, താഴെയായിട്ട് ലോവർ പാനലിങ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു ക്രോക്കറി ഷെൽഫും ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സിലിണ്ടറിക്കൽ ലൈറ്റുകളുടെ പ്രൊവിഷൻ വരുന്നുണ്ട്. ഇനി കിച്ചൻ്റെ സ്ഥാനം വരുന്നത് തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. അഗ്നികോണിലാണ് കിച്ചൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കായിട്ടും തെക്ക് ഭാഗത്തേക്കായിട്ടും വിൻഡോ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും മുകളിലായിട്ടും ഒരു ബീജ് കളർ പാറ്റേണിൽ വരുന്ന ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ടൈപ്പിൽ വരുന്ന നാനോവൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സിങ്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ മിക്സർ ടാപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് എല്ലാം ഈ ഭാഗത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് വർക്ക് ഏരിയ പോലെ ഉള്ള ഏരിയയിൽ അവൈലബിൾ ആണ്. താഴെയായിട്ട് ഫ്ലോറിൽ ടൈലൊക്കെ വിരിച്ച് ഒരു കവേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ചുറ്റിനും സ്പേസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഏകദേശം ഒരു 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടും വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗം ഇത് ഈ ഭാഗത്തായിട്ടാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു സ്റ്റഡി ടേബിളിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന ഒരു പ്രൊവിഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസുകളും ബുക്ക് ഷെൽഫുകളും LED സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നൊരു വുഡൻ വൈറ്റ് കോംബോയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ലൈറ്റിംഗ് മിറർ സംവിധാനത്തിൽ വരുന്ന ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെയും മേക്കപ്പ് ഷെൽഫിൻ്റെ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പളിൽ ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂം സംവിധാനം നമുക്ക് കിട്ടുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ടൈല് പാകിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ടും ജാഗ്വറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും വാഷ് കൗണ്ടറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനിൻ്റെ സൗകര്യം ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ UPVC പാനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളും കബോർഡ് വർക്കുകളും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. സെയിം ഫിറ്റിങ്സുകളുടെ തന്നെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാക്ക് വേലായിട്ട് ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും ഒരു ഇൻവെർട്ടറൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലാൻഡിങ്ങിൽ വരുമ്പോൾ ഈ ഭിത്തിയിലായിട്ടും നല്ല രീതിയിൽ UPVC പാനലിങ്ങിൽ വരുന്ന ഗ്ലാസ് വിൻഡോസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങളും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേൺ തന്നെയാണ് അപ്സ്റ്റെയറിലും കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ കൺസെപ്റ്റിൽ വരുന്ന ടേബിളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്കായിട്ട് നമുക്ക്
പുറത്തേക്കൊരു ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ UPVC പാനൽ തന്നെയാണ് കൊടുത്തത്. നല്ല കാറ്റൊക്കെ കിട്ടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബാൽക്കണി സെറ്റപ്പിൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂംസിൻ്റെ സ്ഥാനം വരുന്നത്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റിൽ വരുന്ന UPVC പാനലിങ്ങിൽ വരുന്ന ഗ്ലാസ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു കുഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ജാഗ്വറിൻ്റെ തന്നെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ വരുന്നൊരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വടക്ക് നിന്നിട്ടുള്ള കാറ്റും മറ്റുള്ള സൗകര്യങ്ങൾ കിട്ടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ടൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ സ്റ്റീലിൻ്റെ ടോപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കന്നിമൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടും തെക്ക് ഭാഗത്തായിട്ടും വിൻഡോ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മേളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ സംവിധാനത്തിൽ വരുന്ന കബോർഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ മുകളിലായിട്ട് അതിനോട് അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ലൈറ്റിംഗ് മിറർ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള ബാത്റൂം വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ ഡയോട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ജാഗ്വറിൻ്റെ തന്നെയാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെ ഒരു വെറൈറ്റി ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ ആയിട്ട് GI ഫ്രെയിമിൻ്റെ വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് റൂഫിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഇനി ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്ലഗ് പോയിൻറ്റും ടാപ്പ് പോയിൻറ്റും ഡ്രെയിനേജ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി സ്പേസിലേക്ക് പോകുന്ന പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഡബിൾ ലൈറ്റഡ് വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളും ഗ്ലാസ് വിൻഡോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിൽ വർക്കുകൾ വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറന്ന് നേരെ ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ കളർ ടൈൽ പാറ്റേൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൂണിലൊക്കെ ആയിട്ട് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. സീലിങ്ങിലൊക്കെ ലോവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകൾ നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. CNC ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ബോക്സുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 6-7 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. ഇനി ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് നിന്നിട്ടും പടിഞ്ഞാറ് നിന്നിട്ടുമുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിലെ കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്നൊരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലും 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമായിട്ടാണ് വരുന്നത്. കൂടാതെ 2 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് വരുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,65,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.